പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. ലോകത്തെവിടെയെങ്കിലും മഴ പെയ്താൽ ഇവിടെ കുട പിടിക്കണം. ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം കുട പിടിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇപ്പോൾ സാമ്പത്തിക മേഖലകളിൽ ഓഹരി വിപണിയും ഒരു ഗ്ലോബൽ വില്ലേജായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. എവിടെ മഴ പെയ്താലും ഇവിടെ കുട പിടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ആണ് ലോക വിപണിയെ നിയന്ത്രിക്കുന്നത്. നമ്മളുടെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും റീറ്റെയിലേഴ്സും ഒക്കെ അതിന് സ്വാധീനം ചെലുത്തുന്നുണ്ട്. എങ്കിൽ തന്നെയും ലോകത്താകമാനം വരുന്ന വ്യതിയാനങ്ങൾ ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മുടെ ഓഹരി വിപണിയെ സ്വാധീനിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിലുണ്ടായ വൻ ഇടിവിനെ തുടർന്ന് അതിനെക്കാട്ടിലും കൂടുതൽ ഇടിവ് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായി. ഇപ്പം US മാർക്കറ്റ് ഷട്ട് ഡൗൺ എന്ന പ്രതിഭാസം മാറി വരുന്നതുകൊണ്ട് അവിടെ ഉണർവിലാണ്. അതുകൊണ്ട് US വിപണി ഉയർന്നിട്ടുണ്ട്. അത് ഇവിടെയും തുടരാൻ സാധ്യത കാണുന്നുണ്ട്. വിപണി നിഫ്റ്റിയെ 23,623-ലും ബാങ്ക് നിഫ്റ്റി 50,864-ലും ഫൈനാൻസ് നിഫ്റ്റി 23,631-ലും സെൻസെക്സ് 78,041-ലും ആണ് നിൽക്കുന്നത്. ഇനി IPO വരുന്ന കമ്പനികൾ പഞ്ചാബ് ഹോസ്പിറ്റാലിറ്റി ഡേറ്റ് 20 ഡിസംബർ ടു 24 ഡിസംബറാണ്. പ്രൈസ് 610, 643. ഒരു ലോട്ട് എന്ന് പറയുന്നത് 38 എണ്ണത്തിന് അപ്ലൈ ചെയ്യണം. എമൗണ്ട് 14,780 രൂപ അതിനായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. സിനോറസ് ഫാർമസ്യൂട്ടിക്കൽസ് ഡേറ്റ് പറയുന്നത് 20 തൊട്ട് 24 ഡിസംബറിനകം അപേക്ഷിക്കണം. പ്രൈസ് 372, 391. ലോട്ട് 38. അതിന് വരുന്ന മാറ്റി വെക്കേണ്ടത് 14,858 രൂപയാണ്. പിന്നെ ഉള്ളത് സനാതൻ ടെക്സ്റ്റൈൽസ്. ഇന്ന് 5 മണിക്ക് മുമ്പ് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷിക്കേണ്ടതാണ്. 21 ഡിസംബർ 5 മണിയാണ്. വില 305, 321. ലോട്ട് 46. എമൗണ്ട് 14,766 രൂപ. അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് കമ്പനിയെക്കുറിച്ച് പഠിച്ചിട്ട് അപേക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ നല്ല കമ്പനിയാണെങ്കിൽ ഇത് റെക്കോർഡ് ഡേറ്റ് ലിസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് BSEയിലോ NSEയിലോ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങി വെക്കാവുന്നതാണ്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഇത്രയും ഫണ്ട് ചിലവാക്കണം. നമുക്ക് ആവശ്യമുള്ള കുറച്ച് മാത്രം മേടിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മളിപ്പം IPO നോക്കി വാങ്ങുന്നത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള കുതിപ്പിൽ ആ സമയത്ത് വിറ്റുമാറി നമ്മൾ കുറച്ച് മാത്രം കൈവശം വെച്ചിട്ട് ആ ലാഭം എടുക്കുക എന്നുള്ള രീതിയാണ് പിന്തുടരുന്നത്. അത് ഷെയർ മാർക്കറ്റ് കുതിപ്പാണെങ്കിൽ മാത്രമേ ലിസ്റ്റിങ്ങിന് സമയത്ത് നല്ല കുതിപ്പ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ കമ്പനിയുടെ സ്വഭാവങ്ങളും ആ ലിസ്റ്റിങ്ങിൻ്റെ സമയത്തെ സാമ്പത്തിക അവസ്ഥയെല്ലാം കൂടെ സ്വാധീനിക്കുന്നതാണ്. പിന്നെ നമ്മൾ ബോണസ് വരുന്ന കമ്പനി കോർ ഡിജിറ്റൽ 1,691 രൂപ. ബോണസ് 2:1. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. പദം കോട്ടൺ യാർഡ് 2,981 രൂപ. ബോണസ് 1:1. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. റിച്ച് ഫീൽഡ് ഫിനാൻസ് 80 രൂപ. ബോണസ് 1:1 വരുന്നതേ ഉള്ളൂ. KPI ഗ്രീൻ എനർജി 800 രൂപ. ബോണസ് 1:2. 3 ജനുവരിയാണ്. NMDC 213 രൂപ. ബോണസ് 2:1. 6 ജനുവരിയാണ് ഡേറ്റ് വരുന്നത്. അന്നേരം നമ്മൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഓഹരിയെക്കുറിച്ച് ഇനിയിപ്പം ബോണസ് വരുന്ന കമ്പനികൾ ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് 1,236 രൂപ. 8:10. അത് ഡിസംബർ 22. ഗാർവെയർ 4,302 രൂപ. 4:1. 1:4 ഘട്ടം. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. സ്പ്ലിറ്റ് വരുന്ന കമ്പനികൾ കാമധേനു 500 രൂപയുടെയാണ് വില. സ്പ്ലിറ്റ് 1:10 ആണ് വരുന്നതേ ഉള്ളൂ. സെൻഗോൾഡ് 1,102 രൂപ. സ്പ്ലിറ്റ് 1:2 വരുന്നതേ ഉള്ളൂ. റാം ഫോസ്ഫേറ്റ് 196 രൂപ. സ്പ്ലിറ്റ് 1:2. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. രജിസ് ലിമിറ്റഡ് 161 രൂപ. സ്പ്ലിറ്റ് 1:10. 16 ജനുവരിയാണ് വരുന്നത്. നമ്മളിനി ടാർജറ്റ് ഇട്ട് വിൽക്കുന്ന കമ്പനികളെക്കുറിച്ച് പറയാം. മെട്രോ ബ്രാൻഡ് 1,319 രൂപ. 1,446 രൂപ വരെ വിൽക്കാം. പിന്നെയുള്ളത് ഗോദ്രേജ് 1,100 രൂപ. 1,200 രൂപയ്ക്ക് വിൽക്കാം. ഗുജറാത്ത് ഗ്യാസ് 550 വാങ്ങി 548 വിൽക്കാം. സ്വിഗ്ഗി 589 വാങ്ങി 647 ആകുമ്പം വിൽക്കാം. BSE 3,977 അത് 4,500, 4,200 അങ്ങനെ 5,100 വരെ നമ്മൾക്ക് ടാർഗറ്റ് ഇട്ട് വിൽക്കാവുന്നതാണ്. പിന്നെ ഡിവിഡൻഡ് വരുന്നത് സിമൻസ് 7,888 രൂപ. ഡിവിഡൻഡ് 12 രൂപയാണ്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. വേദാന്ത 520 രൂപ വിലയാണ്.
8 രൂപ 50 പൈസ ഡിവിഡൻഡ് വരുന്നുണ്ട്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. പിന്നെയുള്ളത് VTM ആണ്. 144 രൂപ, ഡിവിഡൻഡ് 25 പൈസ. 24 ഡിസംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത്. ഇത് നമ്മളുടെ പഠനാവശ്യത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് സമർപ്പിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠനം നടത്തിയിട്ട് ഗുണകരമാണ് എന്ന് തോന്നുന്നത് മാത്രം വാങ്ങുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് വാങ്ങാൻ വേണ്ടിയുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല. നന്ദി, നമസ്കാരം.